അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി അവരവരുടെ നാടുകളിലേക്ക് ബംഗാളിലേക്കും ആസാമിലേക്കും ഛത്തീസ്ഗഡിലേക്കും ഒക്കെ മടങ്ങിപ്പോയവർ അവർ തിരികെ എത്തിയിട്ടില്ല എന്നുള്ളത്. അവർ വീട്ടിലേക്ക് തന്നെ പോയതാണ്. അവർക്ക് അവിടെ പ്രത്യേകിച്ചും ബംഗാളിലടക്കം വലിയ സ്വീകരണമാണ് അവർക്ക് ബംഗാൾ സർക്കാർ നൽകിയത്. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ തൊഴിൽ നൽകാം എന്ന് BJP പ്രാദേശിക നേതാക്കൾ അടക്കം ഈ ബംഗാൾ നിവാസികൾക്ക് വാക്കുകൊടുത്തു എന്നൊക്കെ കേട്ടു. ഇവിടെ കേരളത്തിലെ നിർമ്മാണ മേഖലയടക്കം പ്രതിസന്ധിയിലായി ഉള്ളവരാണെങ്കിൽ അവരുടെ കൂലി കൃത്യമായി തന്നെ തദ്ദേശീയരുടെ കൂലിക്ക് ഒപ്പമൊക്കെ ആക്കിക്കൊണ്ട് ബോർഡൊക്കെ പ്രദർശിപ്പിച്ച വാർത്ത നമ്മൾ കണ്ടതാണ്. അപ്പം അത്തരത്തിൽ വലിയ ഒരു മാറ്റമാണ് ഇവിടുത്തെ നിർമ്മാണ മേഖലയിൽ തൊഴിൽ മേഖലയിലൊക്കെ നടക്കുന്നത്. ഹോട്ടൽ മേഖല അല്ലെങ്കിൽ തന്നെ പ്രതിസന്ധിയിലാണ്. അതിൻ്റെ കൂടെ ഇവരൊക്കെ പോയവർ മടങ്ങി വന്നില്ല എന്നതും വലിയ ഒരു പ്രതിസന്ധിയാണ്. ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടുന്ന ഒരു വിഭാഗമാണ് ലോട്ടറി കച്ചവടക്കാർ. കാരണം ഇവർക്ക് 1000 രൂപയ്ക്ക് പണിയെടുക്കുകയാണെങ്കിൽ 400 രൂപയ്ക്കും 500 രൂപയ്ക്കും ഇവർ ലോട്ടറി എടുക്കും. ബാക്കി മാത്രമേ ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി ചെലവഴിക്കുകയുള്ളൂ. ആ രീതിയിൽ ലോട്ടറി എടുത്ത് ഭാഗ്യം തേടുന്ന ഏതാണ്ട് ഒരു 80 മുതൽ 90% വരെ ആളുകൾ അത്തരത്തിൽ ലോട്ടറി എടുക്കുന്നവരാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ. ഇവർ ഭൂരിഭാഗവും പോയതോടെ നമ്മുടെ ലോട്ടറി കച്ചവടക്കാർ വലിയ ദുരിതത്തിലായി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ലോട്ടറി ആർക്കും വേണ്ടാതെയായി വൻ പ്രതിസന്ധിയാണ് ഈ ഒരു മേഖല ഇപ്പോൾ അനുഭവിക്കുന്നത്. കേരളത്തിന്റെ നിർമ്മാണ മേഖല അടക്കമുള്ളവയുടെ നട്ടെല്ലാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ. കേരളം അവർക്ക് പണം കായ്ക്കുന്ന ഗൾഫാണ്. നാട്ടിൽ കിട്ടുന്ന തുച്ഛമായ വരുമാനം ജീവിക്കാൻ തികയില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് അവർ കൂട്ടം കൂട്ടമായി വർഷങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് എത്തിയത്. അസം, പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പോയവർ ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല പലരും എന്നുള്ളതാണ്. എന്നാൽ അവിടെ പുതിയ സർക്കാർ അധികാരത്തിലേറി മാസമൊന്നാകുമ്പോൾ കേരളത്തിൽ മടങ്ങിയെത്തിയത് പകുതിയിൽ താഴെ തൊഴിലാളികൾ മാത്രമാണ് എന്നാണ് കണക്കുകൾ. തൊഴിലാളികൾ മടങ്ങിയെത്താതായതോടെ കേരളത്തിലെ ലോട്ടറി മേഖലയിൽ വൻ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ലോട്ടറി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പറയുന്നു. കേരളത്തിന്റെ ഭാഗ്യക്കുറി വാങ്ങുന്നവരിൽ വലിയൊരു ശതമാനവും അതിഥി തൊഴിലാളികളാണ്. മുൻപ് അച്ചടിച്ച ടിക്കറ്റ് പൂർണ്ണമായി വിൽപ്പന നടത്തിയ പല ഏജൻസികളിലും ടിക്കറ്റുകൾ ബാക്കിയാകുന്ന അവസ്ഥയാണ് സംസ്ഥാനത്ത് നിലവിൽ. 5 ലക്ഷം മുതൽ 10 ലക്ഷം ടിക്കറ്റുകൾ വരെയാണ് ബാക്കിയാകുന്നത്. വിൽപ്പന കുറഞ്ഞത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരെയും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒന്നാം സംസ്ഥാനങ്ങളടക്കം അതിഥി തൊഴിലാളികളെ പലപ്പോഴും തേടിയെത്തിയ വാർത്തകളുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അല്പം ഭേദപ്പെട്ട തുകയ്ക്കുള്ള സമ്മാനങ്ങളൊക്കെ തന്നെ ഇവർക്ക് കിട്ടിയതായുള്ള വാർത്തയുണ്ട്. ഒരു സമയത്ത് 4ഉം 5ഉം ലോട്ടറികൾ വരെ എടുക്കുന്ന തൊഴിലാളികൾ ഉണ്ട്. ഒരു ദിവസം ലഭിക്കുന്ന വരുമാനത്തിന്റെ പകുതിയും അവർ ലോട്ടറിക്ക് വേണ്ടി ചെലവാക്കുന്ന ഒരു മാനസിക അവസ്ഥ അവർക്കുണ്ട്. ആ രീതിയിലാണ് ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടിയുള്ള ആ ഒരു മാനസിക സ്ഥിതിവിശേഷം അവർക്കുണ്ട് എന്നാണ് ലോട്ടറി കച്ചവടക്കാരും ഏജൻസികളും പറയുന്നത്. ഇനിയും മടങ്ങിയെത്താതിരുന്നാൽ ലോട്ടറി മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങും. നിലവിൽ 10 ലക്ഷം ടിക്കറ്റ് വരെ വിൽപ്പന നടത്താത്ത സാഹചര്യമുണ്ട്. ഇത് തുടർന്നാൽ 15 ലക്ഷം ടിക്കറ്റുകൾ വരെ വിൽപ്പന നടത്താത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. നമ്മുടെ ലോട്ടറി മേഖല നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ലോട്ടറി വരുമാനം. അത് സംസ്ഥാനത്തിന്റെ മൊത്തം സാമ്പത്തിക സ്ഥിതിയെ കൂടി ബാധിക്കാനുള്ള സാധ്യത സാമ്പത്തിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പം അതിഥി തൊഴിലാളികൾ മടങ്ങിയെത്താനുള്ള സാധ്യത വളരെ വിരളമാണ്. എന്നാൽ പോലും നമ്മുടെ ഒരു പ്രതിസന്ധി നമുക്ക് തീർച്ചയായിട്ടും അതേക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. അതുപോലെ തന്നെ ഈ മദ്യം ആണെങ്കിൽ കൂടി ബിവറേജസ് കോർപ്പറേഷൻ്റെ ക്യൂവിലൊക്കെ കൂടുതലും ഇവരെയാണ് നമ്മൾ പലപ്പോഴും കാണാറ്. അതുപോലെ ഈ പാരമ്പര്യ മദ്യ വ്യവസായമായ കള്ള് ഷാപ്പ് അവിടെയൊക്കെ തന്നെ കൂടുതലും ഇവരാണ് എത്തുന്നത്. ആ മേഖലയിലൊക്കെ തന്നെ ഈ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്.